ഹലോ എല്ലാവർക്കും അസ്ലാം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള 6ാം ഘട്ട സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നത്, ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കോളേജ് വൈസ് വയ്ക്കാമെന്ന ഡീറ്റെയിലും പിന്നെ കമൻറ്റായി ചോദിച്ച സംശയങ്ങളും ഡൗട്ട് കൂടെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന 86% വ്യൂവേഴ്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം ഈ ഓൺലൈൻ ജനറൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും 3/10/2024 മുതൽ 5/10/2020 വരെ ഓൺലൈനായി പുതിയതായി കോഴ്സും കോളേജ് ഓപ്ഷനുകളും സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പുതിയ പാരാമെഡിക്കൽ കോഴ്സിനും കൂടെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടവർക്ക് എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വേറെ സംശയമാണ്, ഞാനിപ്പോൾ നേഴ്സിംഗ് ആണ് എടുത്തത്, എനിക്കിനി ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ NRSET അങ്ങനെയൊക്കെ വയ്ക്കാൻ സാധിക്കുമോ? എല്ലാ വിദ്യാർത്ഥികൾക്കും ഏത് കോഴ്സിലേക്കും വയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ അലോട്ട്മെൻറ്റ് എല്ലാ കാറ്റഗറിക്കും വയ്ക്കുക. എല്ലാ കാറ്റഗറിക്കും ഈ സ്പോട്ടല്ല ജനറൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് മുൻപ് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടില്ല, അതൊന്നും ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങൾ പുതിയതായ ഓപ്ഷൻ കോളേജ് വയ്ക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് 7/10/2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും വേണം ആദ്യം വയ്ക്കാൻ. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്ത് പഠിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു കോഴ്സും ലഭിക്കാതിരിക്കും, പിന്നീട് ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ലെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഏതും ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജുമാണ് സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നീട് പറയുന്നത്, സർക്കാർ കോളേജിൽ ഒഴികെയുള്ള മറ്റ് കോളേജ് അഡ്മിഷൻ നേടിയവർ NOC ആവശ്യമുണ്ട്. അതായത് സെൽഫ് ഫിനാൻസ് കോളേജ് കിട്ടിയ വിദ്യാർത്ഥികൾ എല്ലാവർക്കും NOC വേണം ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ. പിന്നെ കുറേ വിദ്യാർത്ഥികളുടെ ഡൗട്ടാണ്, NOC സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മുമ്പ് ലഭിച്ചാൽ അത് മതിയാവും, അതിൽ ഡേറ്റ് സ്പെസിഫിക് ആണെങ്കിൽ അത് മതി. പിന്നെ കോളേജുമായി ബന്ധപ്പെടുമ്പോൾ അവർ ആ NOC മതിയെന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നീട് വിദ്യാർത്ഥികൾ പറയുന്നത്, കോപ്പി കൊണ്ടുപോയാൽ മതി, അഡ്മിഷൻ സമയത്ത് കോപ്പി പോകേണ്ടത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്. ഏതെങ്കിലും കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ആ കോളേജിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം തരണം. തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് അബദ്ധം പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. NRI സീറ്റ് വേണ്ടാത്തവർ NRI സീറ്റ് സെലക്ട് ചെയ്ത് വെക്കും. അങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ലഭിച്ചാൽ പിന്നെ NRIയുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ്റിന് നഷ്ടമാകും. പിന്നെ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താവുകയും പിന്നീട് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കോളേജ് നോക്കുമ്പോൾ എങ്ങനെയാണ് അത് NRI സീറ്റാണോ ജനറൽ കോട്ട സീറ്റാണോ എന്ന് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിച്ചു വേണം ഓപ്ഷൻ വയ്ക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനുവേണ്ടി ഹോം പേജിൽ കയറി ഫയൽ 3 ബാർ സെലക്ട് ചെയ്യുമ്പോൾ ലോഗിൻ എന്ന ഓപ്ഷൻ കാണും. അതിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ സെലക്ട് ചെയ്യുക. വെരിഫൈ സെലക്ട് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ID പാസ്വേഡും എന്നുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾ രജിസ്റ്റർ ID പാസ്വേഡും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് സബ്മിറ്റ് നൽകുമ്പോൾ നിങ്ങളുടെ ഒരു ഹോം പേജ് ഓണായി വരും. അത് നിങ്ങളുടെ പ്രൊഫൈൽ ഓൺ ചെയ്ത് വരും. അതിൽ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അത് അലോട്ട്മെൻറ്റ് നമ്പർ 6 7/10/2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്. അതിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ 5/10/2020 വരെ നടക്കുന്നുണ്ട്. പിന്നീട് വേക്കൻസി ലിസ്റ്റ് നിലവിലൊന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. മിക്കവാറും ഇന്ന് 3/10/2024 വരെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ജോയിനിങ് പറയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നാളെ വല്ലതും വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതേ കണക്കത്തെ ഒരു ഹോം പേജാണ് ഓണായി വരുന്നത്. ഇതിൽ ആദ്യം നൽകിയിരിക്കുന്നതിൽ ഗവൺമെൻറ് കോളേജാണ്. അത് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് വെച്ചാൽ കോളേജ്, കോഴ്സ്, ടൈപ്പ്, ഓപ്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോളേജ് എന്ന് വെച്ചാൽ കോളേജിൻ്റെ പേര്. പിന്നെ കോഴ്സ് നേഴ്സിംഗ് ആണെങ്കിൽ നേഴ്സിംഗ് എന്ന് എഴുതിയേക്കും. വേറെ വല്ല കോഴ്സാണെങ്കിൽ നേഴ്സിംഗ് വേറെ എഴുതിയിട്ടുണ്ട്. പിന്നെ ടൈപ്പ് ഗവൺമെൻറ് ആണോ സെൽഫ് ആണെന്ന് അറിയാം. പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് നൽകിയിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് നഴ്സിംഗ് ഓഫ് തിരുവനന്തപുരത്താണ്. അവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഫസ്റ്റ് 1 എന്ന് വയ്ക്കാം. എവിടെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ആ കോളേജ് ഫസ്റ്റ് 1 സെലക്ട് ചെയ്യുക. പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത കോളേജ് കൊല്ലത്താണ് പറയുന്നത്, അവിടെയാണ് 2 സെലക്ട് ചെയ്യുക. അങ്ങനെ ഓരോ കോഴ്സിലും ഇങ്ങനെ 2, 3 സെലക്ട് ചെയ്ത് ഓർഡർ അനുസരിച്ച് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സേവ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സെലക്റ്റഡ് കോഴ്സ് ആൻഡ് കോളേജ് ഓപ്ഷൻ എന്ന് വരും. അതിൽ നിങ്ങൾക്ക് ഓർഡർ കാണാൻ സാധിക്കും. അത് അതേ കണക്കാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, സേവ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ മാറ്റണമെങ്കിൽ ഒന്നും കൂടെ കയറി എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലിപ്പോൾ ആദ്യം പറയുന്നതല്ല ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജുകളാണ്. പിന്നീട് പറയുന്നുണ്ട്, പിന്നീട് SMITയുടെ നെയ്യാറ്റിൻകരയുള്ള 2
സീറ്റിലേക്കുള്ള പറയുന്നുണ്ട്. NRI സീറ്റും പറയുന്നുണ്ട്, ജനറൽ സീറ്റും പറയുന്നുണ്ട്. അപ്പോൾ NRI സീറ്റാണ് ഇങ്ങനെ റെഡ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ NRI സീറ്റ് വേണ്ടാത്തവർ അത് സൂക്ഷിച്ച് സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയാൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. പിന്നെ ഡോക്യുമെൻറ്റ്സിലെ അഡ്മിഷൻ നഷ്ടപ്പെടേണ്ടി വരും. ഇപ്പോൾ NRI സീറ്റാണെങ്കിൽ റെഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ GCS എന്നാണ്, അത് ഗവൺമെൻറ് കൺട്രോൾഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നേഴ്സിംഗ് ആണ് കാണിക്കുന്നത്. നേഴ്സിംഗ് മാറി പിന്നീട് വരുമ്പോൾ റെഡ് ലെറ്റർ MLT എന്ന് എഴുതിയിട്ടുണ്ട്, MLT കോഴ്സ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്ക് ഏത് കോഴ്സിലോട്ട് വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ MLT വേണമെങ്കിൽ താഴോട്ട് വരുമ്പോൾ MLT ഉണ്ട്, റെഡ് ലെറ്ററിൽ കോഴ്സിൻ്റെ അവിടെ നൽകിയിട്ടുണ്ട്. MLT ഉണ്ട്, BPT ഉണ്ട്, BPT, ഇങ്ങനെ ഓരോ കോഴ്സിന് കോഡുകളാണ് നൽകിയിട്ടുണ്ട്. BCVT, BSLP, അങ്ങനെ എല്ലാ കോഴ്സിൻ്റെയും ഒപ്റ്റോമെട്രി എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഏത് വിദ്യാർത്ഥിക്കും ഏത് കോഴ്സിൽ വേണമെങ്കിലും വയ്ക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ റാങ്ക് ലിസ്റ്റിൽ അവർക്കൊരു ലിസ്റ്റ് വേണം, അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നും വേണ്ട. അത് വന്നിട്ട് ഓർഡർ അനുസരിച്ച് സേവ് ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികളും മുൻപ് അലോട്ട്മെൻറ്റിൽ ചെയ്ത കണക്ക് തന്നെ ഓർഡർ ക്രമത്തിൽ സേവ് ചെയ്താൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് സേവ് ആവുകയും അത് വേണം നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് നോക്കുകയും ചെയ്യാം, ഏതൊക്കെ ഓർഡറിലാണെന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യും. ഇനി പറയുന്ന ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞവർക്ക് ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എങ്ങനെ അലോട്ട്മെൻറ്റ് വയ്ക്കണമെന്ന്. അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യമേ ഏതെങ്കിലും കോളേജ് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ തന്നെ വേണം കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ അങ്ങ് ആദ്യം വെക്കണം. കാരണം നിങ്ങൾക്ക് അതല്ല ഏറ്റവും താല്പര്യം, ആ കോഴ്സ് അങ്ങ് ആദ്യം വെക്കണം. പിന്നെ അല്ലാതെ എവിടെയെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെ വിദ്യാർത്ഥിയില്ല. ഇതൊരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, എവിടെയെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ 3 ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണും, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ സെലക്ട് ചെയ്യുമ്പോൾ കോഴ്സും കോളേജും സെലക്ട് ചെയ്യാൻ പറയും. അതിൽ നിങ്ങളിപ്പം BSc നേഴ്സിംഗ് ആണ് നോക്കിയാൽ BSc നേഴ്സിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കോളേജ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഞാൻ ഇപ്പോൾ ആദ്യം ഒരു കോളേജ് എടുക്കുകയാണ്, ജസ്റ്റ് റാൻഡമായിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് നഴ്സിംഗ് അസീസിയ ഹോസ്പിറ്റലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് താല്പര്യം എന്ന് വെച്ചാൽ കോളേജ് അതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് അതിൽ ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും നൽകിയിട്ടുണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് നൽകിയിട്ടുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി വൈസ് നൽകിയിട്ടുണ്ട്. അതിൽ SMN അവസാനം എടുത്തേക്കുന്നത് 292.5, അവസാന റാങ്ക് ലിസ്റ്റ് 8742. അപ്പോൾ നിങ്ങൾക്ക് അവസാനം എടുത്തേക്കുന്നത് 292.5 ആയതുകൊണ്ട് നിങ്ങൾക്ക് 291 സംതിങ് ഉള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ വയ്ക്കാം. കാരണം പിന്നീട് അവിടെ SMN വേക്കൻസി വരികയാണെങ്കിൽ പിന്നെ താഴോട്ടുള്ള ഇൻഡെക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ഇൻഡെക്സ് ഉള്ള എത്ര വിദ്യാർത്ഥികൾ വെച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ് ഹയർ ആയിട്ടുള്ളവർക്ക് എടുക്കുന്നത്. ഓരോ റാങ്ക് ലിസ്റ്റും പിന്നെ ഒരു കോഴ്സിൽ എത്ര ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾ വേണം വയ്ക്കാൻ. ഒരു ഇൻഡെക്സ് ഉള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അങ്ങനെ അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ MUN എടുത്തേക്ക് 292.5 ഇത് സെയിം ആണ്. ഇപ്പോൾ MUN ഉള്ള കാറ്റഗറിക്കും ഇത് സെയിം ആയിട്ട് ഇൻഡെക്സ് ഉള്ളെങ്കിൽ ഇതിന് താഴെയുള്ള 291 വയ്ക്കുക, 292.5 വയ്ക്കാം. അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്, ഇങ്ങനെ വയ്ക്കാം. ഇതിപ്പോൾ ഹയർ ഇൻഡെക്സ് ആണ്, ഇപ്പോൾ ലോവർ ഇൻഡെക്സ് ഉള്ള കോളേജ് കാണാം, അതനുസരിച്ച് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അവരെ റാങ്ക് ലിസ്റ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ EZ ഉണ്ട്, LC ഉണ്ട്, SC ഉണ്ട്, BH ഉണ്ട്, DV ഉണ്ട്, ST ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതനുസരിച്ച് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ ഇൻഡെക്സ് മാർക്ക് വരെ എടുത്തിട്ടുണ്ട്, പിന്നെ ഏതൊക്കെ റാങ്ക് ലിസ്റ്റ് വരെ അവസാനം എടുത്തിട്ടുണ്ട്, ഇങ്ങനെ കോളേജ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഗവൺമെൻറ് കോളേജ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് കോഴിക്കോട് ലഭിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് വേണം എന്നൊരു എക്സാമ്പിളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജിലേക്ക് വേണമെങ്കിൽ, നിലവിൽ ഗവൺമെൻറ് കോളേജ് കിട്ടുകയും ഇനി ഗവൺമെൻറ് കോളേജ് വേണമെങ്കിൽ ഗവൺമെൻറ് കോളേജ് മാത്രം വയ്ക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് 2, 3 സെൽഫ് ഫിനാൻസ് കോളേജ് വെച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ വന്നില്ല, രണ്ടാമത്തെ ഓപ്ഷൻ കയറി വന്നാൽ നിങ്ങളെ ഗവൺമെൻറ് കോളേജിൽ നിന്ന് മാറി ഇവിടെ കയറി പഠിക്കേണ്ടി വരും. പിന്നീട് വിദ്യാർത്ഥികളുടെ ഡൗട്ടാണ്, ഞാൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് പങ്കെടുക്കുന്നുണ്ട്, അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല, അപ്പോൾ മുൻപേ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ നഷ്ടപ്പെടുന്നതല്ല, മുൻപേ കിട്ടിയ സീറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ചാൽ മാത്രമേ നഷ്ടപ്പെടുള്ളൂ. പിന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയി ജോയിൻ ചെയ്യണം, അതിന് മുമ്പത്തുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് വേണം ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും വെക്കണം. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ സെൽഫ് ഫിനാൻസ് കോളേജ് വിദ്യാർത്ഥികൾ അതുമായിട്ട് ശ്രദ്ധിച്ച് വെക്കണം. കാരണം സെൽഫ് ഫിനാൻസ് കോളേജ് ഇപ്പോൾ കോഴിക്കോട് കിട്ടിയ വിദ്യാർത്ഥിക്ക് തിരുവനന്തപുരത്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്തുള്ളവർക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് മാത്രം വയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് 3-4 ഓപ്ഷൻ ഈ കോളേജും കൂടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ അവിടെ കിട്ടിയ പിന്നെ അവിടെ പോയി പഠിക്കേണ്ടി വരും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ കോളേജ് ഓപ്ഷൻ വയ്ക്കുമ്പോൾ പോയി പഠിക്കുന്നെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികളുടെ വയ്ക്കാൻ. പിന്നെ ഗവൺമെൻറ്റിലോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജ് മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മതിയാകും. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഡൗട്ടായി ചോദിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.